അധ്യായവാക്യം ഉണ്ടെങ്കിൽ 10 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ്. മനസ്സിലായോ? ശരിയാണെങ്കിൽ അധ്യായവാക്യം എഴുതി കറക്റ്റാണെങ്കിൽ അങ്ങനെ 10 പോയിന്റ് ഒരു എണ്ണത്തിന് എഴുതില്ല. കൊല്ലണം മാർക്ക്. മറ്റൊരു സുവിശേഷന്മാരും ഇല്ലാത്ത ആദ്യത്തെ അത്ഭുതമായിട്ട് ഗലീലയിലെ കാനായിലെ കല്യാണവിരുന്നിനെ കുറിച്ച് പറയുന്നത്. അവിടെ കല്യാണ വീട്ടിൽ ഞാൻ പുറത്തെവിടെയെങ്കിലും പോയി ദൂരദേശത്ത് പോയി സുഖമായി ജീവിക്കണം. അല്ലാതെ ജ്യേഷ്ഠന്റെ മതിരി വയലിലും ആടുകളുടെ പിന്നാലെ നടന്ന് ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്താ മകനെ നീ പറയുന്നത്? ഞാൻ ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയത്. അവിടെ ദൂരമായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം നശിപ്പിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഒരു ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാക്കുകയും ചെയ്തു. അവൻ ആ ദേശത്ത് ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അവൻ അവനെ പന്നികളെ വയ്ക്കാൻ ഏൽപ്പിച്ചു. അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല, എന്നോട് ക്ഷമിക്കണമേ. എത്രയോ ദാസന്മാർ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇങ്ങനെ പോയാൽ എന്താണ്? ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്റെ മകനെ, എന്റെ മകനെ, അതാ എന്റെ മകൻ വരുന്നു, ഇതാ എന്റെ മകൻ വരുന്നു, എന്റെ മകൻ തിരിച്ചു വരുന്നു. എന്റെ മകനെ സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ ദാസനിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. എന്റെ മകനെ, നീ എത്ര പാപം ചെയ്താലും എന്റെ മകൻ തന്നെയാ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. കർമ്മകളെല്ലാം ശൂന്യമാണല്ലോ. നമുക്ക് മുൻപ് അവർ പോയി കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസം മൂലം കിട്ടിയതാണ് ഈ സൂര്യൻ. മറ്റ് 5 പേരെ കാണുന്നില്ലല്ലോ, അവർ വരാതിരിക്കുമോ? പാട്ടി വെച്ച് നമ്മുടെ പ്രിയനെ കാത്തിരിക്കാം. നമുക്ക് പുറത്തു വരാതിരിക്കാൻ നമുക്ക് പാടി സ്തുതിക്കാം. ഇവിടെ എന്താ കൂട്ടാൻ കൊണ്ടുവന്നേ? അതാണ് പേര്. ഞാൻ ഇങ്ങനെ എടുക്കാലോ, കിടത്ത് കൊണ്ടുവന്നേ. അവിടെ നമ്മുടെ കൂടെ ഇതുവരെ കണ്ടില്ലല്ലോ. അവിടെ വരുന്നേ, അവര് വരും. എന്താ ശീലം ഇത്ര വൈകിയത്? ഓട്ടം കണ്ടു വരികയാണ്. വീട്ടില് ധാരാളം പണിയില്ലേ. എന്റെ ഹസ്ബൻഡാണെങ്കിൽ മുഖ്യയിലാണല്ലോ, അതുകൊണ്ടാണ് പറ്റിയത്. അല്ല, നമ്മൾ ചാൻസ് വരാൻ ഇതുവരെ വന്നില്ലല്ലോ.
നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു വലിയ ബ്ലോഗറാണ്. നിങ്ങൾ പറയുന്ന പോലെ സമയത്തിന് അവിടെ എത്താനായിട്ട് എനിക്ക് പറ്റും. ഇതിലൊക്കെ ക്ഷമിക്കുക. അല്ലാണ്ട് ഇപ്പൊ യജമാനം തെറ്റില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വന്നതിന് ശേഷം യജമാനം വന്നാൽ മതി. പാട്ട് നീണ്ടു പോകാനല്ലോ. ഇനിയിപ്പോ കർത്താവ് വരും. ഞാൻ നിങ്ങളെ സത്യമായി അറിയുന്നില്ല. ഞാൻ നിങ്ങളെ സത്യമായി അറിയുന്നില്ല. ഞങ്ങൾ പോയിട്ട് വരാനായിട്ട് ഞങ്ങളുടെ കയ്യില് എണ്ണ തിരികെ നമുക്ക് എല്ലാവർക്കും തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ അയ്യോ അതിന്റെ കയ്യിലായിരുന്നോ? നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾക്കും നിങ്ങൾക്കും തരില്ല. നിങ്ങൾ കടയിൽ പോയി നിന്ന് വാങ്ങിക്കോളൂ. ശരിയാണ്. ഞങ്ങൾ കടയിൽ പോയിട്ട് വരുന്നത് വരെ നിങ്ങൾ പാടിക്കും. അവരോട് ഞാൻ പറഞ്ഞതാ അവരോട് എണ്ണ ചോദിക്കണ്ടെന്ന്. അപ്പൊ എന്തായി? നമുക്ക് പോവാം. കടയിൽ പോയി വാങ്ങാം. കാണുന്നില്ലേ? മഴ വന്ന് മഴവാനോട് കൂടി അവര് മഴയിൽ പ്രവേശിച്ചെന്ന് തോന്നുന്നു. സത്യമായി ഞാൻ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ജാഗ്രതയായിരിക്കുകയും ആ സമയമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവേ, ഞങ്ങൾ വന്നു. ഞങ്ങളെയും അവരെയും പ്രവേശിപ്പിക്കുമോ? സത്യമായി ഞങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സമയമോ ശരിയെന്നാ. അയ്യോ, യേശു പറഞ്ഞിട്ട് കേട്ടില്ലേ? നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രവേശിപ്പിക്കണമേ ദൈവമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങൾ ഇനി മുതൽ ഈ വ്ലോഗ് ചെയ്യാൻ നോക്കുന്നതല്ല, നന്നായി പ്രാർത്ഥിക്കുവാൻ അതോടൊപ്പം തന്നെ ദൈവത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ കരുണയോട് പ്രാർത്ഥിക്കാം. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. വിവേകവതികളായ കന്യകളെ പോലെ നമുക്കും പ്രാർത്ഥിച്ചു വരുന്നു. താങ്ക് യു. അവരെ വഴിയിൽ വെച്ച് കാവക്ഷക്കാർ ഉപദ്രവിച്ച് പ്രഹരിച്ച് പ്രാണനാക്കി അവരെ ഒരു പുരോഹിതനാ വഴിയെ വന്നു. അവൻ മറുവശത്തിൽ കൂടെ കടന്നുപോയി. അതുപോലെ ദേവിന് കടന്നുപോയി. ഒരു തിരികാലമായി എരിയുമൻ മനസ്സിൽ സാഗരം പ്രാണനു കുളിരായി സഹയാത്രികനായി നല്ല സഹായനായി നീ വന്നു. നന്മകളെ പകർന്നു വന്നു. ഒരു തിരികാലമായി എരിയുമൻ മനസ്സിൽ സാഗരം പ്രാണനു കുളിരായി സഹയാത്രികനായി അവരെ ജീവൻ നിന്റെ സ്വന്തമായി എന്നും കരുതേണമെന്ന് ദിവ്യവാക്കുപോൽ അവരെ കാണാം. 2 ദിവസം നിങ്ങളുടെ നല്ല രീതിയിലെ ക്ലാസ്സും അതുപോലെ നിങ്ങളുടെ പങ്കുവെപ്പും ഒക്കെ ആയിട്ട് പ്രവർത്തകരെ പള്ളിയിലെ ഇടവകയിലെ മാതൃകയാവേണ്ടതല്ല, മികച്ച മാതൃകയാവും. ഒരു മഠത്തിലറിയാതെ
മഠത്തിലെ അപ്പൊ ഞാൻ എന്റെ അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, കുറച്ചും കൂടി അല്ല, നല്ല രീതിയിൽ പിന്നെ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് തോന്നിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ കൂടുതൽ പേരെത്തി മഴയാണ്. 2 ദിവസത്തെ മഴ എന്ന് പറഞ്ഞിട്ട് അറിയാം. എന്നിവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപകാരികളെയും ഞങ്ങൾ സഹായിക്കുന്നവരെയും ഞങ്ങൾ തീർച്ചയായും നമുക്ക് മഴയില്ലാതാക്കി തന്ന ദൈവത്തിനാണ് ആദ്യം നമ്മൾ നന്ദി പറയുന്നത്. ഇത്രയും നന്നായി ഇതൊക്കെ ക്രമീകരിച്ച് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഞങ്ങളുടെ വിശുദ്ധ പിതാവിന്റെയും മെത്രാന്മാർ വൈദികർ